അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുറഹബിൻ്റെ സഹോദരൻ യാസിറിൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ മുന്നോട്ട് മാറുവിരിച്ച് വന്നത് മഹാനായ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. ഈമാനികമായ ആവേശമായിരുന്നു അവരുടെ എല്ലാം ഏറ്റവും വലിയ ധൈര്യം. അതുകൊണ്ട് തന്നെ ധൈര്യസമേതം അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്, ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് മഹാനായ സുബൈർ റളിയല്ലാഹു തആല അൻഹു മുന്നോട്ട് വന്നപ്പോൾ എല്ലാവരും കരുതി തീർച്ചയായും അനുയോജ്യനായ ഒരാൾ തന്നെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. എല്ലാവർക്കും അതിൽ സംതൃപ്തി ഉണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു. കാരണം സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല അൻഹു നല്ല യോദ്ധാക്കന്മാരിൽ ഒരാൾ കൂടിയായിരുന്നു. സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട 10 പ്രധാന സഹാബികളിൽ ഒരാളാണ് മഹാനായ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു എന്നും നമുക്കറിയാം. ഏതായിരുന്നാലും സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല അൻഹു യാസിറിൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സേനയോടൊപ്പം ഉണ്ടായിരുന്ന സഫിയ ബീവി റളിയല്ലാഹു അൻഹായുടെ ശബ്ദം ഉയർന്നു. സഫിയ ബീവിയുടെ മകനാണ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, നമുക്കറിയാം. സഫിയ ബീവി റളിയല്ലാഹു അൻഹ നബിയോട് വിളിച്ചു പറയുകയാണ്, നബിയെ, എൻ്റെ മകനെ അയാൾ കൊന്നേക്കും. അതൊരു മാതാവിൻ്റെ ആശങ്കയാണ്, ഒരു മാതാവിൻ്റെ കാരുണ്യമാണ്, സ്നേഹമാണ്. ഏതൊരു മാതാവിൻ്റെയും നിലപാടും വർത്തമാനവുമെല്ലാം അതുതന്നെയായിരിക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പക്ഷേ ഒരുപാടൊന്നും പറയാതെ പെട്ടെന്ന് തന്നെ നബി പറഞ്ഞു, ബൽ ഇബ്നുക യഖ്തുലു, പക്ഷേ നിങ്ങളുടെ മകൻ അയാളെ കൊല്ലുകയായിരിക്കും ഉണ്ടാവുക എന്ന്. ദ്വന്ദ്വയുദ്ധം നടന്നു. നബി പറഞ്ഞതുപോലെ തന്നെ മഹാനായ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല അൻഹു യാസിറിനെ മലർത്തിയെടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി, ഉപരോധങ്ങളുണ്ടായി. പക്ഷേ ഓരോ സമയത്തും ഓരോ കോട്ടകൾ മുസ്ലിം സേന അധീനപ്പെടുത്തുകയും പിടിച്ചടക്കുകയും ചെയ്തു. സുബൈർ എന്നൊരു കോട്ടയുണ്ടായിരുന്നു, അത് മുസ്ലിമീങ്ങളുടെ കയ്യിലെത്തി. നിസാർ എന്ന മറ്റൊരു കോട്ടയുണ്ടായിരുന്നു, അത് അവരുടെ കയ്യിലെത്തി. ഉബൈ എന്ന് പറയുന്ന മറ്റൊരു കോട്ടയുണ്ട്. ഇങ്ങനെ ഓരോ കോട്ടയും, വളരെ പ്രധാനപ്പെട്ട 3-4 കോട്ടകൾ ആദ്യം തന്നെ മുസ്ലിങ്ങളുടെ കയ്യിൽ എത്തിത്തുടങ്ങി. ജൂതന്മാർ നല്ല ആശങ്കയിലായിരുന്നു. കാരണം അവരുടെ പ്രധാനപ്പെട്ട യോദ്ധാക്കൾ ഓരോരുത്തരായി മരിച്ചു വീണു. രണ്ടാമത്തേത്, അവർ കരുതിയ അത്ര വേഗത്തിൽ വിജയത്തിലേക്ക് കൈനീട്ടാൻ കഴിയുന്നില്ല. അതേസമയം ഇപ്പുറത്ത് മുസ്ലിം സേനയ്ക്കും അവരുടേതായ പ്രയാസവും പ്രശ്നവും എല്ലാം ഉണ്ടായിരുന്നു. അവർക്കും വളരെ എളുപ്പമായിരുന്നില്ല വിജയം. ഏതായിരുന്നാലും അവസാനം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരന്തിമമായ തീരുമാനം എന്ന നിലക്ക് പൊതുവായ ഉപരോധം ഏർപ്പെടുത്തി. കോട്ടകളിൽ കഴിയുന്ന ജൂതന്മാർക്ക് പുറത്തിറങ്ങാൻ ഒരിക്കലും കഴിയാത്ത വിധത്തിൽ പഴുതടച്ച ഉപരോധമായിരുന്നു അത്. ആ ഉപരോധം ഒരുപാട് നീണ്ടുപോയി. 14 ദിവസം ആ ഉപരോധം നീണ്ടു എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. ഏതായിരുന്നാലും 14 ദിവസമായപ്പോഴേക്കും ജൂതന്മാർ ശരിക്കും വെള്ളം കുടിച്ചു. അവർ കോട്ടയുടെ മുകളിൽ കയറി താഴേക്ക് വിളിച്ചു പറഞ്ഞു. അവരുടെ നേതാവാണ് വിളിച്ചു പറഞ്ഞത്. ഇബ്നു അബിൽ ഹുഖൈഖ് എന്ന് പറയുന്ന ഒരാളായിരുന്നു അവരുടെ അപ്പോഴത്തെ നേതാവ്. ആ നേതാവ് വിളിച്ചു പറഞ്ഞു, മുഹമ്മദ്, ഞങ്ങൾ സന്ധിക്ക് തയ്യാറാണ്, ഞാൻ ഇറങ്ങാൻ ഒരുങ്ങുകയാണ്, എന്നെ ഇറങ്ങാൻ അനുവദിക്കണം, നമുക്ക് തുടർന്ന് സംസാരിക്കാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം കൊടുത്തു. ശരി, വരൂ, സംസാരിക്കാം. അങ്ങനെ ഇബ്നു അബുൽ ഹുഖൈഖ് ജൂതന്മാർക്ക് വേണ്ടി മഹാനായ നബിയുമായി ദീർഘമായ സംസാരത്തിലേർപ്പെട്ടു. അതിൻ്റെ അവസാനം അവർ ഏതാനും തീരുമാനങ്ങളിൽ എത്തിച്ചേർന്നു. ഒന്നാമത്തേത്, അവശേഷിക്കുന്ന ജൂതന്മാരുടെ ജീവന് നിങ്ങൾ സുരക്ഷ വാക്ക് തരണം.
അവശേഷിക്കുന്നവരുടെ ജീവൻ ഒന്നും സംഭവിക്കുകയില്ല, അവരെ ഞങ്ങൾ ആക്രമിക്കുകയില്ല, പിടികൂടുകയില്ല എന്ന വാക്ക് ഞങ്ങൾക്ക് തരണം. എന്നാലാണ് ഞങ്ങൾ സന്ധിക്ക് തയ്യാറാവുക. രണ്ടാമത്തേത്, ഇവിടെ ഇനി ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി, വ്യക്തമായി. അതുകൊണ്ട് ഞങ്ങളെ സുരക്ഷിതമായി ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണം. മൂന്നാമത്തേത്, ഞങ്ങളുടെ സ്വത്തുവകകളെല്ലാം നിങ്ങൾക്ക് നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും തീരുമാനമായി അവർ തമ്മിൽ ആ സന്ധിയിൽ ഒപ്പുവെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ ഒപ്പുവെക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, നിങ്ങളുടെ കയ്യിലുള്ള എല്ലാം നിങ്ങൾ ഇവിടെ ഇട്ടേച്ച് പോകണം. നിങ്ങൾക്ക് എടുക്കാവുന്നത് കൊണ്ടുപോകാം. പക്ഷേ നിങ്ങളുടെ സമ്പാദ്യങ്ങൾ, നിങ്ങളുടെ വീടുകൾ, നിങ്ങളുടെ കൃഷികൾ, ഇതൊന്നും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, പാടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവരത് സമ്മതിക്കുകയും ചെയ്തു. പിന്നെയും നബി ഓർമ്മിപ്പിച്ചു, അഥവാ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അതിൻ്റെ പരിണിത ഫലം വളരെ ഗുരുതരമായിരിക്കും. നബി തീർത്തു പറഞ്ഞു. അങ്ങനെ അവർ സമ്മതിച്ചു, അവർ പോകാൻ ഒരുങ്ങി. പക്ഷെ പോകാൻ ഒരുങ്ങിയപ്പോൾ തന്നെ ജൂതന്മാരങ്ങനെയാണ്, അവരാർക്ക് വേണമെങ്കിലും ഏതു തരത്തിലുള്ള വാക്ക് വേണമെങ്കിലും കൊടുക്കും. പക്ഷേ അവരത് ആ വാക്കിൻ്റെ പ്രതിധ്വനി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അതവർ ലംഘിക്കുകയും ചെയ്യും. അതിനൊരിക്കലും മടിച്ചിട്ടില്ലാത്ത, ഒരിക്കലും മടിക്കാത്ത ഒരു ജനവിഭാഗമാണ് ജൂതന്മാർ. ചരിത്രം അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറേ ആൾക്കാർ പലതും, പ്രത്യേകിച്ചും വലിയ സമ്പാദ്യങ്ങൾ കട്ടുകടത്താൻ ശ്രമം നടത്തി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. നബി അവരെ കയ്യോടെ പിടികൂടി. മാത്രമല്ല അവരെ അതിൻ്റെ പേരിൽ ശിക്ഷിക്കുകയും ചെയ്തു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തൻ്റെ സഹാബിമാരും ഈ കരാറ് ഏർപ്പെട്ടതോടുകൂടെ യുദ്ധം അവസാനിച്ചു. അങ്ങനെ ജൂതന്മാർ പോകാൻ തുടങ്ങി. പോകുന്ന സമയത്ത് അവരിലെ ചില കർഷകരായ ജൂതന്മാർ നബിയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നബിയെ മുഹമ്മദേ, ഞങ്ങൾ കർഷകരാണ്, നിങ്ങൾ കർഷകരല്ല. ഈ ഭൂമിയിൽ എന്താണ് ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് സത്യത്തിൽ ഞങ്ങൾക്കേ അറിയൂ. അതുകൊണ്ട് ഞങ്ങളുടെ കൃഷിസ്ഥലങ്ങൾ ഞങ്ങൾ തന്നെ നോക്കിക്കൊള്ളാം. അതിന് പകരമായി നിങ്ങൾക്ക് പാട്ടം തന്നുകൊള്ളാം. അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതൊരു നല്ല അഭിപ്രായമാണ് എന്ന് മനസ്സിലാക്കി. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബിമാർക്കും ഇപ്പോൾ കൃഷിയിലേക്കൊന്നും തിരിയാൻ പറ്റുന്ന ഒരു സമയമല്ല. പിന്നെ അങ്ങനെ ഒരു സംസ്കാരം ആ ജനതയിൽ അപ്പോൾ ഉണ്ടായിരുന്നതുമില്ല. അതുകൊണ്ട് അവരുമായി ഒരു ഒത്തുതീർപ്പിലെത്തുകയും കർഷകരോട് തുടർന്നും അവരുടെ കൃഷി അവർ തന്നെ നടത്തിക്കോട്ടെ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തൻ്റെ സൈന്യവും ഐതിഹാസികമായ മറ്റൊരു വിജയം കൂടി തങ്ങളുടെ ചരിത്രത്തിൽ എഴുതി ചേർത്തു, ഖൈബർ വിജയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.